വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയെ പല മണ്ഡലങ്ങളും CPM പൂട്ടുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ നൽകിയൊരു വിവരം അനുസരിച്ചാണ് നമ്മൾ ഈ ചർച്ച എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എന്ന് പറയുന്ന CPMന്റെ മുതിർന്ന നേതാവ്, പഴയകാല മുതിർന്ന മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ CPMന്റെ പഴയകാല ബുദ്ധിജീവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. CPMനെ വളരെ അടുത്തെന്ന് അറിയുന്ന ഒരാൾ തന്നെയാണ്. അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ RSSുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഹോട്ടലിൽ വെച്ച് രഹസ്യ കൂടിക്കാഴ്ച നടത്തി. ആ നടത്തിയത് ചില മണ്ഡലങ്ങളിൽ BJPക്ക് സീറ്റ് നൽകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ BJPയെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പല മണ്ഡലങ്ങളും BJPയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് CPIയെ CPM കൊലയ്ക്ക് കൊടുക്കുമെന്നുള്ള വാർത്തകൾ. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? രാവിലെ ആ പറഞ്ഞ അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിനെ പോലെ നീണ്ടകാലം ദേശാഭിമാനിൽ ഉണ്ടായിരുന്ന ഒരാളും CPMന്റെ ഒരു സഹയാത്രികനുമാണ്, അദ്ദേഹം ഇടത് സഹയാത്രികനുമാണ്. ആ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാര്യം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം, കുറച്ച് മുമ്പ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം നമ്മോട് പറഞ്ഞത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയെ CPM തോൽപ്പിക്കും. കാര്യം ഒരിടത്തൊരു സ്ഥാനാർത്ഥി, ഇപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഏറ്റവും കുറഞ്ഞ 3 സ്ഥലത്തെങ്കിലും BJPക്ക് ജയിക്കാനുള്ള സാധ്യത, BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കും. അതെങ്ങനെ ജയിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പറഞ്ഞ പോലെ അവർ തമ്മിലുള്ള ബാന്ധവം, CPMും BJPയും തമ്മിലുള്ള അന്തർധാര എന്നൊക്കെ ശ്രീനിവാസൻ പഴയ സിനിമയിൽ പറഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞ പോലെ ഒരു അന്തർധാര വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ഇവർക്ക് അതിന് ഉദാഹരണമാണ് ഈ CPMന്റെ അല്ലെങ്കിൽ RSSന്റെ വാർഷികം വന്ന അവസരത്തിൽ ഗോവിന്ദൻ പറഞ്ഞൊരു വർത്തമാനം ഓർമ്മയുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ RSSുമായി ഞങ്ങൾക്കൊരു അടുപ്പം ഉണ്ടായിരുന്നു എന്ന് അറിയാതൊരു വാചകം ഗോവിന്ദൻ പറഞ്ഞതുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇപ്പൊ അവർക്കൊരു അതിനെന്താണ് കുഴപ്പമെന്നാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്, തിരിച്ചു ചോദിക്കുകയും ചെയ്തു. അത് നമ്മുടെ മാതൃഭൂമിയിലെ അഭിലാഷ് മോഹനോടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അവസാനം അതിന് പിണറായി വിജയൻ പറഞ്ഞ മൈക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി പറയരുത് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ രഹസ്യങ്ങളുണ്ടെങ്കിൽ ആ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. കാര്യം പാർട്ടിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലാണ് പാർട്ടി പറയുന്നത്. പാർട്ടിയുടെ ഇന്നത്തെ നിലപാട് BJPക്ക് എതിരായിട്ടാണ്, വെറുതെയാണ്, ശുദ്ധ തട്ടിപ്പാണ്. ശുദ്ധ തട്ടിപ്പ്. കാര്യം വത്സൻ തില്ലങ്കരിയുമായിട്ട് ഒരു കോംപ്രമൈസ് ചർച്ച നടത്തി അറിയാമല്ലോ. നമ്മള് ജയശം മാഷിന്റെ കൊലപാതകം ഇന്ന് ഒരു 96-ലെ കാര്യമാണ്. അല്ല, അത് നമുക്കറിയാം. അത് സംസാരിച്ചത് കൊണ്ട് നമുക്ക് അതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം കണ്ണൂർ രാഷ്ട്രീയം അത്രത്തോളം കലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും കൊലപാതകത്തിന് ഒരുപാട് കുടുംബങ്ങൾക്ക് ആളനഷ്ടമായിട്ടുണ്ട്. അതെ, കൊലപാതക രാഷ്ട്രീയമായിരുന്നു കണ്ണൂർ നമുക്ക് ആ സമയത്ത് കാണാൻ കഴിഞ്ഞത്. പക്ഷെ പിന്നീട് അതൊരു സെറ്റിൽമെന്റിലേക്ക് എത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളൊന്നും കണ്ണൂരില്ലാതെ പോയി. പിന്നീട് നടന്നത് കോൺഗ്രസിലെ പല ചെറുപ്പക്കാരെയും ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും BJPയും CPMും തമ്മിലുള്ള അന്തർധാര ഉണ്ട്. ഇതാണ് ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാവും. അല്ല, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചില സംഘപ്രവർത്തകരാണെങ്കിലും പറഞ്ഞത് 10 സീറ്റ് വരെ CPMും ഞങ്ങളുമായിട്ടൊരു അന്തർധാര ഉണ്ടാകും, 10 സീറ്റിൽ ഞങ്ങൾ വിജയിക്കുമെന്നാണ് ചിലരെ പറഞ്ഞറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ ഇവരെ പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അന്ധമായി പറയുന്നതായിരിക്കാം. അല്ല, ചില കോണിൽ നിന്ന് ഇവർ തന്നെ ഒരു അജണ്ട സൃഷ്ടിക്കും. ഞങ്ങളും CPMും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള അന്തർധാരയുണ്ട്, ഞങ്ങൾ 10 സീറ്റ് വരെ പിടിക്കുമെന്ന് BJPയുടെ, അതായത് പരസ്യമായിട്ട് പറയത്തില്ലെങ്കിലും രഹസ്യമായിട്ട്. നമുക്കറിയാലോ, ഈ മർമറിംഗ് ക്യാമ്പയിനുകളാണ് BJPയെ സംബന്ധിച്ച് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യം. ഇപ്പോൾ കൊതിയും നുണയും പറയുന്ന ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെപ്പോലല്ല, സീനിയർ മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും അവരും ഇതേപോലെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള 10 സീറ്റ് വരെ പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കും ഇതിന്റെ സ്ട്രാറ്റജികളാണ്, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സുകളാണ് നമ്മൾ നോക്കേണ്ടത്. എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഉത്തരമില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ജനാധിപത്യമാണ്. ജനങ്ങൾക്കറിയാം ആരെ വിജയിപ്പിക്കേണ്ടതെന്ന്. പിന്നെ പാർട്ടി വോട്ടുകളാണ്. ഈ പാർട്ടി വോട്ടുകളിൽ എങ്ങനെ വിള്ളൽ വീഴുന്നു, അതാണ് പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ CPIയെ സംബന്ധിച്ച് CPI CPMും
ചില വിഷയങ്ങളിൽ അവർ തമ്മിൽ വലിയ രീതിയിലുള്ള അവർ ഭയങ്കരമായി അകന്നു കഴിഞ്ഞിട്ടുണ്ട്, വളരെ അകൽച്ച അവർ തമ്മിലുണ്ട്. നമുക്കറിയാം PM ശ്രീയുമായിട്ടുള്ള വിഷയത്തിലാണെങ്കിൽ പോലും PM ശ്രീയിൽ എന്തായിരുന്നു CPIയുടെ നിലപാട് എന്ന് നമുക്കെല്ലാം അറിയാം. ശക്തമായിട്ട് തിരുവനന്തപുരത്ത് ഒരു സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഭരണപക്ഷം തന്നെ എതിർക്കുന്ന ഒരു സാഹചര്യം, സമരം ചെയ്യുന്ന സാഹചര്യം, തെരുവിലിറക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോയി. പിന്നീട് CPM ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിച്ച സംഭവം വരെ ഉണ്ടായി. അതെ, പിന്നീട് അത് തിരിച്ചു പറയേണ്ടി വന്നു, യൂട്ടേൺ അടിക്കേണ്ടി വന്നു CPM-നെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനപ്പുറത്തേക്ക് BJP-യോടുള്ളൊരു സോഫ്റ്റ് കോർണർ, BJP-യോടെന്നല്ല RSS-നോടുള്ള സോഫ്റ്റ് കോർണർ, അത് BJP-ലേക്ക് എത്തുന്നു തന്നെ പറയാം. അതെ, RSS-നോടാണ് നമുക്ക് സോഫ്റ്റ് കോർണർ ഉള്ളത്. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പോ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എന്ന് പറയുന്ന നേതാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, അദ്ദേഹം നേതാവല്ല, അദ്ദേഹം ഇടത് സഹയാത്രികനാണ്. ഇടത് നേതാക്കന്മാരാണല്ലോ പിന്നീട് സഹയാത്രികന്മാരായിട്ട് മാറുന്നത്. ഒരു കാലത്ത് ഇതിനെ നയിക്കാൻ വേണ്ടി മുന്നേ നിന്നവരാണ് ഇവരെല്ലാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പണിയെടുത്ത, ഈ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത ആളുകളാണ്. അപ്പോ ഇവര് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ വസ്തുത ഉണ്ടാകും. ഇപ്പോഴും അവർ ആ ഇടത് സഹയാത്രികർ തന്നെയാണ്, മറ്റൊരു പാർട്ടിയിലും പോയിട്ടില്ല. അതിൽ അവർ പറയുന്ന കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP നേതാക്കന്മാരെ മുഴുവൻ ഒഴിവാക്കി, അതായത് കേരളത്തിലെ മുഴുവൻ BJP നേതാക്കന്മാരെ ഒഴിവാക്കി, ഒരാളെ പോലും കയറ്റിയില്ല. RSS-മായി മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അവിടെ അവർ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, അത് തെരഞ്ഞെടുപ്പുമായി ചില സന്ധികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുകൾ ചെയ്യാമെന്നുള്ള അവസാന വാക്കിൽ എത്തിച്ചേർന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനയച്ചു. മക്കൾ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. ഓരോ വിഷയങ്ങളുമായിട്ട് ഇപ്പോ നിയമസഭയിൽ വരെ നമുക്കറിയാം, മാത്യു കുഴിനാളിനെ കുഴലപ്പം കൊടുത്ത് CPM-കാര് സ്വാഗതം ചെയ്തതും പിന്നീട് അദ്ദേഹം തന്നെ വെള്ളപ്പം കൊടുത്ത് സ്വീകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി കുടുംബവുമായിട്ട് ഉള്ള വിഷയങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കുടുംബം, ആ കുടുംബം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പലപ്പോഴും നിൽക്കുന്നൊരു സാഹചര്യം. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം ചെയ്യുന്നത്? തൻ്റെ മക്കൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ പൊറുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തെറ്റുകൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. ഇവരുടെ എല്ലാം മുന്നിൽ കുമ്പിട്ട് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം പിണറായി വിജയൻ ഉണ്ടാകുന്നത് സ്വന്തം മക്കൾ കാരണമാണ്. പാർട്ടിയെ ബലി കൊടുത്തുകൊണ്ട് അവരുടെ മുന്നിൽ കുനിഞ്ഞിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാന്ധവം ഉണ്ട്. നമ്മൾ കണ്ടതുപോലെ, ഇപ്പോൾ രാഹുൽ അല്പം മുമ്പ് പറഞ്ഞ പോലെ, ഭരണപക്ഷത്തിരുന്നു കൊണ്ട് അവരുടെ CPIയുടെ യുവജന സംഘടന വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുക, PM ശ്രീ പദ്ധതിയിൽ ഉണ്ടായ അകൽച്ച, CPIയെ ഇവർ നോട്ടമിട്ടിട്ടുണ്ട്. BJPക്ക് എങ്ങനെ ആയാലും ഏറ്റവും കുറഞ്ഞത് ഒരു 3 സീറ്റെങ്കിലും, ഇപ്പോൾ 10 എന്ന് അവർ പറഞ്ഞു എന്നുണ്ടെങ്കിലും, മർമറിങ് അത് വെറുതെ ആകില്ല. ഇത് നമ്മോട് പങ്കുവെച്ചത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. കാര്യം അവർക്ക് അല്ല, എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ കാര്യം. ഇത് വെറുതെ പറയില്ല. കൃത്യമായിട്ട് ഏതെങ്കിലും സോഷ്യലിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പാർട്ടി നേതൃത്വത്തിൽ തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. CPIക്ക് തന്നെ അറിയാം തങ്ങളെ ഇന്ന സ്ഥലങ്ങളിൽ പൂട്ടാനുള്ള സാധ്യതകളുണ്ട്, പണിയുമെന്നറിയാം. CPM ഡയറക്റ്റ് പണിയാനുള്ള സാധ്യതകളുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം. ചിലര് ബലിയാടാവാൻ തയ്യാറായിട്ട് മുന്നേക്ക് വരും, ചിലർ അതിനു മുമ്പിട്ടേ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് നമുക്ക് ഉണ്ടാവും, പ്രതീക്ഷിക്കാം.